നമസ്കാരം, ഞാൻ Sruthis Cookeryയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാലഡാണ്. സർലാസ് എന്നും പറയും, കച്ചുംബർ എന്നും പറയും. അപ്പോൾ ഈ സർലാസ് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. തീർച്ചയായും ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന സർലാസിക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം കുക്കുംബറാണ്, പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ തക്കാളി, പിന്നെ ഒരു ചെറിയ സവാള, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പില. ഇനി കുക്കുംബർ നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം. എല്ലാ കഷ്ണങ്ങളും ചെറുതായി അരിയുന്നതാണ് കൂടുതൽ നല്ലത്. ഓരോ കഷ്ണങ്ങളും ചെറുതായി അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തി മൂർച്ചയുള്ളതാണെങ്കിൽ കൈ മുറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ അരിയാനായിട്ട്. എൻ്റെ കത്തി മൂർച്ചയുള്ളതായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പയ്യെ ശ്രദ്ധിച്ചരിയുന്നത്. അരിഞ്ഞതൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി തക്കാളി ചെറുതായിട്ട് അരിയാം. തക്കാളിയുടെ അറ്റത്തുള്ള ഭാഗം എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ അരിയാനായിട്ട്. എത്രത്തോളം ചെറിയ കഷ്ണങ്ങളാക്കാൻ പറ്റുന്നോ അത്രയും ചെറുതാക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ചെറുതാക്കി അരിഞ്ഞ തക്കാളി കഷ്ണങ്ങൾ പാത്രത്തിലേക്ക് ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചെറുതായിട്ട് അരിയാം. സവാള അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സവാളയുടെ സെൻറ്ററിലുള്ള ഈ കട്ടിയുള്ള ഭാഗം നമ്മൾ ചേർത്ത് അരിയരുത്. അത് എടുത്ത് മാറ്റിയതിന് ശേഷം മാത്രമാണ് സവാള ചെറുതാക്കി അരിയേണ്ടത്. സവാള അരിഞ്ഞതിന് ശേഷം ഞാൻ പച്ചമുളകാണ് അരിയുന്നത്. 2 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചമുളക് ഞാൻ ചെറുതാക്കി തന്നെയാണ് അരിയുന്നത്. കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ പച്ചമുളക് വേണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം. അതല്ല പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടണമെങ്കിൽ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകയും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. വേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് തിരുമ്പിയിട്ടൊന്ന് ചേർത്താൽ മതി. ഇനി ഇഞ്ചി ചെറുതായിട്ട് അരിയാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, ചെറിയ കഷ്ണം ഇഞ്ചി മതി, അത് ചെറുതായിട്ട് അരിയാം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടി നന്നായി യോജിപ്പിക്കാം. പാത്രം വലുതാണെങ്കിൽ കൈ കൊണ്ട് തന്നെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചാലും മതി. അതിനുശേഷം ഞാൻ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കുറച്ചും കൂടി തൈര് ഒഴിക്കാം. എനിക്ക് കുറച്ച് തൈരും കൂടി ഒഴിക്കുന്നതാണ് തോന്നുന്നത്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഈ ഒരു പാകമാണ് വേണ്ടത്. ഇതിനും കൂടുതൽ ലൂസാവാൻ പാടില്ല, അപ്പോൾ ഇത് ഈ സർലാസ് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ സർലാസ് ഇപ്പോൾ മിക്സ് ചെയ്തിട്ട് ഉപ്പുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഞാൻ നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ സർലാസ് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് Sruthis Cookery എന്ന ചാനൽ ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ, നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ഇതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ, സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാകും, അതും ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നല്ലൊരു ദിവസമായി വീണ്ടും കാണുന്നതുവരെ ബായ്.